പാവങ്ങളുടെ വയറ്റത്തടിച്ച് പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം വെട്ടിക്കുറച്ചു കേന്ദ്രം. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പ്രകാരം ദരിദ്ര കുടുംബങ്ങൾക്ക് നൽകുന്ന സിലിണ്ടറുകളുടെ എണ്ണമാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. 9 എണ്ണം ഉണ്ടായിരുന്നത് 4 ആയാണ് കുറച്ചത്. 2016 ഈ പദ്ധതിയുടെ ആരംഭം. ആദ്യഘട്ടത്തിൽ വർഷം 12 സിലിണ്ടറുകളാണ് നൽകിയിരുന്നത്. കഴിഞ്ഞ വർഷം ഇത് 9 ആക്കി കുറച്ചിരുന്നു. പദ്ധതി പ്രകാരം 300 രൂപയാണ് ഒരു സിലിണ്ടറിന് സബ്സിഡി നൽകുന്നത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ ശരാശരി വാർഷിക ഉപഭോഗം കണക്കിലെടുത്താണ് പുതുക്കിയ ക്വാട്ട നിശ്ചയിച്ചതെന്നാണ് പെട്രോളിയം മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ എം ഖനൂജയുടെ വിശദീകരണം. അന്താരാഷ്ട്ര വിപണികളിലെ നിരക്കനുസരിച്ച് 14.2 കിലോഗ്രാം LPG നൽകുമ്പോൾ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് 700 രൂപ നഷ്ടം വരുന്നുണ്ടെന്നും ഖനൂജ പറയുന്നു. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് 29 രൂപ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ പുതിയ നീക്കം. 3 മാസത്തിനിടെ രണ്ടാമത്തെ വില വർധനയാണിത്. പുതുക്കിയ വില പ്രാബല്യത്തിൽ വന്നു. 14.2 കിലോഗ്രാമിന്റെ സിലിണ്ടറിന്റെ വില തിരുവനന്തപുരത്ത് 951 രൂപയായി. പശ്ചിമേഷ്യയിലെ യുദ്ധം കണക്കിലെടുത്ത് മാർച്ച് മാസത്തിൽ സിലിണ്ടർ വില 60 രൂപ കൂട്ടിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്രോൾ, ഡീസൽ, വാണിജ്യ പാചകവാതകം എന്നിവയുടെ വിലയും വർദ്ധിപ്പിച്ചിരുന്നു. പുതിയ വില തിരുവനന്തപുരത്ത് 951 രൂപയും, കൊച്ചിയിൽ 949 രൂപ, തൃശൂർ 954 രൂപ, കോഴിക്കോട് 950.50 രൂപയുമാണ്.